നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഘടകം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായി അന്നദാനത്തിലുള്ള വിഭവങ്ങൾ കലവറയിലേക്ക് എത്തിച്ചു. വിപുലമായ രീതിയിൽ നടന്ന കലവറ ഘോഷയാത്ര മഹോത്സവത്തിന്റെ വരവിളിയും വിളംബരവുമായി മാറി. മാർച്ച് 4 മുതൽ 9 വരെയാണ് പെരുങ്കളിയാട്ടം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ പള്ളിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ അവകാശ തറവാടുകളുടെയും വിവിധ ഘടകങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ദേവസ്ഥാനങ്ങളുടെയും കൂട്ടായ്മയിൽ മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും പൊലിമയോടെ ആഘോഷഭരിതമായാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നത്. എല്ലാവരും പതിനു ക്ഷേത്രം കൊയ്മത്തറവാടായ കോണോത്ത് തറവാട്ടിൽ നിന്നും ആദ്യം വിഭവങ്ങൾ കലവറയിലേക്ക് എത്തിച്ചു. തൊട്ടുപിന്നാലെ കല്ലിയൂട്ട് കഴകം, തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം, കുമ്മണാർക്കളരി, ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം, പാലരിക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം, നാദക്കൂട്ട് കഴകം ഭഗവതി ക്ഷേത്രം, മോനാച്ച ശ്രീ ഭഗവതി ക്ഷേത്രം, കൂട്ടത്തിലറ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം, മുണ്ടേമാട് പൊട്ടൻ ദേവസ്ഥാനം, ശ്രീ കുട്ടിലങ്ങാട് ഭഗവതി ക്ഷേത്രം, മുണ്ടോട്ട് നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം, വള്ളിക്കുന്ന് ഗുളികൻ ദേവസ്ഥാനം, കക്കാട്ട് പനക്കൂൽ തറവാട് എന്നിവയും UAE കമ്മിറ്റി ഉൾപ്പെടെയുള്ള വിവിധ ഉപസമിതികളും അന്നദാനത്തിലേക്കുള്ള പഴങ്ങളും പച്ചക്കറികളും ഫലമൂലാദികളുമെല്ലാം കഴകത്തിലെ കലവറയിലേക്ക് എത്തിച്ചു. ആറ് നാളുകളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ സംബന്ധിക്കുന്ന ജനസഹസ്രങ്ങൾക്ക് 2 നേരവും അന്നദാനമുണ്ടാകും. പ്രശസ്ത പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്നദാനമൊരുക്കുക. മാർച്ച് 3 തിങ്കളാഴ്ച രാവിലെ കഴകപ്പായ കൊണ്ടുവരൽ ചടങ്ങ് നടക്കും. പതിക്കാൽ ചാമുണ്ടേശ്വരി ക്ഷേത്ര പരിസരത്തു നിന്നും ഘോഷയാത്രയായാണ് കഴകപ്പായ എത്തിക്കുക. മാർച്ച് 4 മുതൽ 9 വരെയാണ് 17 സംവത്സരങ്ങൾക്ക് ശേഷം കേണമംഗലം ഘടകത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.